ഹലോ ഹലോ, ഇത് അമ്പിളിക്കുട്ടന്റെ വീടല്ലേ? ഇല്ല, അമ്പിളിക്കുട്ടന്റെ അളിയൻ സുധീഷിന്റെ മൊബൈലാണ്. ഇതിനകത്ത് എനിക്ക് താമസിക്കാൻ പറ്റൂല. ആരുടെ കാര്യം പറ. ഉറപ്പിച്ച് അമ്പിളിക്കുട്ടന്റെ വീട് തന്നെ. പിന്നെ അമ്പിളിക്കുട്ട അവിടെ ഉണ്ടോ? ഇല്ല, ഗൾഫിൽ പോയി ജോലിക്ക്. അയ്യോ അയ്യോ എന്നാ ഞങ്ങൾ എല്ലാവരും ഒരു ടൂർ പോകാൻ പ്ലാൻ ചെയ്തിരുന്നു അമ്പിളിക്കുട്ടനുമായിട്ട്. എവിടെ? ഞങ്ങള് ലഡാക്കിൽ. എന്തായാലും അവ ഇല്ലല്ലോ, ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ആ ഗ്യാപ്പിൽ നിങ്ങൾ വരൂ. എവിടെ പോണോ നിങ്ങള്? ലഡാക്ക്. എങ്ങനെ പോണത്? അമ്പിളിക്കുട്ടൻ പറഞ്ഞത് നടന്നു പോവാന്നാണ്. എനിക്ക് അവനെ പോലെ ഭ്രാന്തിൽ എത്രയും ദൂരം നടക്കായി എന്നിട്ട് പോടെ. അവനെ എവിടെ നിന്ന് പറഞ്ഞു വിടാൻ ആട് എനിക്കറിയാം. മണ്ടത്തരം എന്ന് പറഞ്ഞാൽ വലിയ മണ്ടത്തരം. എവിടെ ആര് ചോദിച്ചാൽ അമ്പിളിക്കുട്ട എവിടെ? ഞാൻ പറഞ്ഞു നീ ഗൾഫിൽ പോയെന്ന്. ഗൾഫിലെന്ന് പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുന്നുമില്ല. ഗൾഫിലെത്തിയാ ഞാനാണ് ഇവിടെ വന്നത്. നീ എന്തിനാ ഇവിടെ വന്നത്? അളി റീലൊക്കെ കണ്ടിട്ടില്ലേ ഈ മൊബൈലില്? ഈ ഗൾഫിൽ നിന്ന് പറയാതൊക്കെ വന്നിട്ട് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി. അപ്പം വീട്ടുകാരുടെ സന്തോഷം അതൊക്കെ. അതെ അതെ, ഇയാൾ ഇത്ര വർഷം കഴിഞ്ഞ് ലീവിന് വരുമ്പോ സ്വീകരിക്കാനുള്ളതല്ലേ? ഇത്രയും വർഷം കഴിഞ്ഞാ അണ്ണൻ എന്തറിഞ്ഞിട്ടാ പറയണത്? ഈ വീടും പറമ്പും ബാങ്കിൽ ലോൺ വെച്ച് 3 ലക്ഷം രൂപ കിട്ടി. അതിന്ന് വിസയ്ക്കും അവന്റെ ടിക്കറ്റിനും പൈസ കൊടുത്ത് മെനിഞ്ഞാന്നാണ് ഇവനെ കയറ്റി വിട്ടത്. എന്നിട്ട് ഇന്ന് രാവിലെ ഒന്ന് സർപ്രൈസ് എന്ന് പറഞ്ഞ ഇവനെ കൊല്ലണ്ടേ? പെട്ടെന്നൊരു വെട്ടുകത്തി എടുത്തോണ്ട് പാടി. എനിക്ക് കടം കയറ്റിട്ടാ നിൽക്കുന്നു. വെട്ടുകത്തി എടുത്തോണ്ട് പാടി. ഇവനെ വെട്ടി 2 കഷ്ണമാക്കണം. എടീ സുനിലേ, എന്താ ചിരിക്കുന്നു? പണയം ചെയ്യും സുനിത. എനിക്ക് ഭ്രാന്താടാ. ആകെ നമ്മൾ രണ്ടുപേരും ഈ സ്കിറ്റിലുള്ളു. ഇത് ആരാ വിളിച്ച് കയറ്റുന്നത്?